വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഭയാനകമായ ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിപ്പറക്കി വലിച്ചു വാരി ഇട്ടിരിക്കും. പ്രത്യേകിച്ച് ദേ ഈ ഒരു തെർമോക്കോളൊക്കെ. പിന്നെ ദേ കുറച്ച് സാധനങ്ങളൊക്കെ വാരിപ്പറക്കി ഒതുക്കി. അത് ഒതുക്കി വെച്ചപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഉമ്മച്ചി പറഞ്ഞു ഒന്ന് കുന്നി പോയിട്ട് വരാൻ. ഇപ്പം സ്കൂട്ടർ ഓടിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ എന്ത് വാങ്ങാനായിരുന്നാലും എന്നെ തന്നെയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ചായക്ക് കുറച്ച് കടികൾ വാങ്ങാനാണ് ഈ പോണത്. അവിടെ ചെന്ന് ഈ ഒരു കടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞാനും അനിയനും കൂടെയാണ് പോയത്. എന്തായാലും എൻ്റെ കൂടെ വന്നതിനേക്കാളും ഒറ്റയ്ക്ക് നടന്ന് പോയാൽ മതിയായിരുന്നു എന്ന് അവനിക്ക് തോന്നിക്കാണും. പിന്നെ വീടെത്തിയപ്പോഴേക്കും ഉമ്മച്ചി ചായക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചുകൊണ്ടൊന്ന് ബജിയൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി വന്നു. അവൾ ബർഗറൊക്കെ ആയിട്ടാണ് വന്നത്. വന്നപാടെ ആ ബർഗറൊക്കെ പൊട്ടിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മാങ്ങ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമുള്ള സമയങ്ങളിൽ ഞായറാഴ്ചകളിലാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സിനിമകളായിരിക്കും ടി വിയിൽ ഉണ്ടാവുക. പക്ഷെ ഞാൻ വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വരുന്നതെല്ലാം കണ്ട സിനിമകളായിരിക്കും. ഉച്ച ആയപ്പോഴേ ഒതുക്കാൻ തുടങ്ങിയതാണ്. രാത്രി 7:30 ഒതുക്കി തീർന്നില്ല. പിന്നെ നൈറ്റാണ് ഫുൾ ഒതുക്കി വെച്ചത്. ഒതുക്കലും പിറക്കലും അടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചോറ് കഴിച്ചു. പിന്നെ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.